ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് എവ്രി വൺ. കാലയിലെ വാസൽ തെളിച്ച് കോലമെല്ലാം പോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക നെയ്വിളക്കൊക്കെ കത്തിച്ച് എന്താണ് എന്നുള്ളതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഡേ എന്നുള്ള ക്യാപ്ഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പോയ വെള്ളിയാഴ്ച, അതായത് 7-ാം തീയതി നടന്ന സംഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നെയ്വിളക്ക് കത്തിക്കുന്നത് ഞാൻ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബ്രാൻഡാണ് വാങ്ങിക്കാറുള്ളത്. മധുർ ദിയാസ് എന്നാണ് ഇതിനെ പറയുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താണ് പറയുക മൺവിളക്കിൽ ഓൾറെഡി നെയ്യോട് കൂടിയിട്ട് വരും. അതാണ് കത്തിക്കുന്നത്. ഇനി താമ്പൂലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേമാതിരി എന്താ പറയുക സാരി, പൂവ്, പഴം, തേങ്ങ, വള, മഞ്ഞൾ കുങ്കുമം എല്ലാം റെഡിയാക്കിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം. എന്താണ് നടക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വരൂ, നിങ്ങളെ ഒരു 5 മാസം മുമ്പ് ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോവാം. ഇതൊരു 5 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ദമാക് ഹിൽസിൽ ആലയം ഡെക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവരെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ശ്രാവന്തി എന്നാണ് ഇവരുടെ പേര് കേട്ടോ. ശ്രാവന്തിയുടെ വീട്ടിൽ ഈ ആലയം ഡെക്കോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് നാച്ചുറൽ ഹൈ ക്വാളിറ്റി നാച്ചുറൽ ഗ്രനൈറ്റ് സ്റ്റോണും ഉണ്ട്. ഹാൻഡ് കാവ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് സ്ഥപതീസ് എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് ഈ ഹാൻഡ് കാവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഈ അമ്പലങ്ങൾ പണിയുന്ന ആൾക്കാരാണ് സ്ഥപതി ആൾക്കാരാണ് ഈ ഹാൻഡ് കാവ്ഡ് ആയിട്ടുള്ള തുളസിത്തറയും പല ഇതേമാതിരിയുള്ള മണ്ഡപങ്ങളും അതേമാതിരി ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സംഭവങ്ങളും ഒക്കെ കാർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് താമ്പൂല മര്യാദയോട് കൂടിയിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ തുളസിത്തറയാണ് ബുക്ക് ചെയ്തത് ആദ്യം. ഓക്കെ, അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് വന്നു 5 മാസം മുമ്പ്. പക്ഷേ എൻ്റെ തുളസിത്തറ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആ തുളസി വല്ലാണ്ട് വലുതായതുകൊണ്ട് തുളസിത്തറയുടെ ഉള്ളിലേക്ക് നിൽക്കാനും പാടാണ്. പ്ലസ് അടിവേര് മുതൽ അത് പെറുക്കുക എന്ന് പറഞ്ഞാൽ ദേവിയെ അങ്ങനെ പെറിച്ച് നടന്ന പോലെ വേണ്ട എന്നുള്ളത് അവരും കൂടി പറഞ്ഞതുകൊണ്ടാണ് നമ്മളൊരു പ്ലാൻ മാറ്റിയിട്ട് എന്താ പിന്നെ നമ്മൾ കൊടുത്ത അഡ്വാൻസോട് കൂടിയിട്ട് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയ സമയത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇതൊരു 3 പീസായിട്ടാണ് വരുന്നത്. വെളിയിൽ വെക്കുന്ന പിള്ളയാറാണിത്. ഈ വെളിയിൽ വെക്കുന്ന പിള്ളയാർ ഒരുപാട് നന്മകളുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ് ഈ വെളിയിൽ വെക്കുന്ന പിള്ളയാർ. അത് നിങ്ങൾ തമിഴ്നാട് സ്ഥലങ്ങളാണ് നിങ്ങൾ ജീവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. എല്ലാ വീടിൻ്റെ മുമ്പിലും പിള്ളയാറുണ്ടാവും. അതും നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് പിള്ളയാരുടെ ഫേസ്, അതായത് നമ്മുടെ ബാക്ക് സൈഡ് ആയിരിക്കണം മൂപ്പരുടെ ബാക്ക്. ഓക്കെ, മൂപ്പര് ഫേസ് ചെയ്യുന്നത് ഗേറ്റ് നമ്മുടെ റോഡിലേക്ക് ഫേസ് ചെയ്തിട്ട് വേണം ഇരിക്കേണ്ടത് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുക വാങ്ങിച്ചിട്ട് എന്താണ് പറയുക അവർ തന്നെ വന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക്, ശ്രാവന്തി തന്നെ വന്നിട്ടാണ് വീട്ടിൽ വന്നിട്ട് എല്ലാം ചെയ്തു തന്നത്. താമരയുടെ ഷേപ്പിലാണ് ഈ നാച്ചുറൽ ഗ്രനൈറ്റിൻ്റെ സ്റ്റോൺ വന്നിരിക്കുന്നത്. അതിൽ വെള്ളം നിറച്ച് വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പൂവിടാൻ പറ്റും. എന്നിട്ട് നടുവിൽ ആ കല്ലിൽ നമുക്ക് നമ്മുടെ പിള്ളയാറിനെ വയ്ക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഓരോ വിനായക ചതുർത്ഥിക്കും ഞാൻ പിള്ളയാറെ, അതായത് വിനായകരെ നമ്മൾ വെള്ളത്തിൽ മുക്കാൻ പോണ സമയത്ത് ഞാൻ കരയാറുണ്ട്. ഇപ്രാവശ്യം മൂപ്പരെന്നെ തീരുമാനിച്ചു തോന്നുന്നു, എൻ്റെ മോള് കരയണ്ട, ഞാൻ എന്നെ വന്നേക്കാം വീട്ടിലേക്ക് എന്ന്. അങ്ങനെ എല്ലാം പൂപ്പഴമെല്ലാം വെച്ച് തേങ്ങ എല്ലാം വെച്ച് പിള്ളയാർ அப்படியே അഴകാ ഉட்காந்து എനിക്ക് അത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമായിരുന്നു വീട്ടിൽ പിള്ളയാർ വരിക എന്ന് പറഞ്ഞത്. ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രാവന്തിയുടെ ആലയം ഡെക്കോസ് എന്നാണ് ഇത് വാങ്ങിയത്. ആലയം ഡെക്കോസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം, അവരെ കോൺടാക്റ്റ് ചെയ്തോളൂ. ഞാനും അതേപോലെ ശ്രാവന്തിക്കുള്ള മര്യാദ ചെയ്തു. താമ്പൂലത്തോട് കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ദൈവത്തിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് വളരെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. സോ എന്താണ് ശ്രാവന്തിക്കും ഞാൻ അതേമാതിരി ഞാൻ താമ്പൂലം കൊടുത്തു. അപ്പോൾ പാരുங்க, എங்கள் വീട്ടു പിള്ളയാർ വந்தாச்சு എല്ലാ സമയത്തും വൈകുന്നേരം
നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട്. ആൻഡ് ഓസമായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത എൻ്റെ സ്പെഷ്യൽ ഡേ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.